ഹലോ ഗൈസ്, ഹായ്. BKLOൻ്റെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ UK വന്നതിൻ്റെ മെയിൻ പർപ്പസ് ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു വിദ്യ. അപ്പോൾ നമ്മുടെ ഇപ്പോഴാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. സോ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഓൾഡ് വ്ളോഗിങ് ലൈഫിലേക്കൊക്കെ വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീട്. നമ്മുടെ വീടിനത്തോടെ ഇവിടെ നിന്നുള്ള താമസം മാറി നമ്മൾ പുതിയ ലൊക്കേഷനിലേക്ക് പോകണം. സോ നമ്മളിനി ഒരുപാട് വലിയ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഫ്രണ്ട്, കാരണം റീലൊക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ റീലൊക്കേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടി മുഴുവൻ പെട്ടികളൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ അജണ്ട കീ വാങ്ങുന്നു, വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ സജ്ജീകരിക്കുന്നു. വീടിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. അങ്ങനെ നമ്മൾ കീ മേടിച്ച് വന്നു. സോ നമ്മൾ ഇനി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ശ്രീ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എന്തായാലും വീടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഏജൻസി പ്രൈം ചോയ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു സ്നേഹോപഹാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു കയറി വരുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഒരു കണ്ണാടി ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വല്ലതും വെക്കണമെങ്കിൽ പേപ്പറോ വരുന്ന കത്തുകളൊക്കെ വെക്കാം. ഇവിടെ കത്താണ് എപ്പോഴും കൂടുതൽ വരുന്നത് അല്ലേ? ഇതാണ് നമ്മൾ കയറി വരുന്നത്. ഇതൊരു ചെറിയൊരു ബോക്സ് റൂം എന്ന് പറയാം. നമുക്ക് പക്ഷെ കട്ടിലൊക്കെ നല്ല സ്പേഷ്യസ് ആട്ടോ. നമ്മുടെ വ്ളോഗുകളൊക്കെ ചെയ്യാനും എന്റെ പഠിത്തം തീർന്നില്ലേ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. പക്ഷെ ഇതൊക്കെ നമ്മൾ റൂമാക്കി എടുക്കാൻ ഈ പറഞ്ഞ പോലെ ഇത് അൺഫർണിഷ്ഡ് ആണ്. ഇത് റെസിഡന്റിലാണ് നമ്മള് വീട് എടുത്തിരിക്കുന്നത്. പിന്നെന്താ, ഭയങ്കര കുറെ കാലത്തെ സ്വപ്നമായിരുന്നു ലൈക്ക് നമ്മൾ മാത്രമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മള് UK വരുന്നവർക്ക് അറിയാം, പലരും നമ്മള് ഷെയറിങ്ങിലൊക്കെയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്തായാലും ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. അതെ, നമ്മൾ മെയിൻ സ്ട്രീറ്റിലാണ്, ഹൈ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ സ്ട്രീറ്റിൽ നിന്നുള്ള എല്ലാം ഈ റൂട്ടിലാണ് നമ്മുടെ റെസിഡന്റ് ഏരിയയിലെ പല കാര്യങ്ങളും. അതിനു മുമ്പ് ഞാന് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും ഇതിന്റെ ഉള്ളിലെന്ന് ഒന്ന് നോക്കാം. ഇതാണ് പ്രൈം ചോയ്സ്. അപ്പൊ അവര് തന്നിരിക്കുന്നത്. വെൽക്കം ടു യുവർ ന്യൂ ഹോം. യാ, ഓക്കേ. നൈസ്, താങ്ക്യൂ. യേ, ചോക്ലേറ്റ്സ്. ബിയറാണോ? അല്ല, സീഡർ. അതൊക്കെ സീഡർ. ഓക്കേ, ഫൈൻ, താങ്ക്യൂ സോ മച്ച്. യെസ്, ഹാപ്പി അല്ലേ? യാ. മറ്റേ നമ്മുടെ ആവേശത്തിൽ ചോദിക്കുന്നവരെ നീ ഹാപ്പി അല്ലേ മോനെ? എടാ മോനെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലങ്ങളോ. ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഹോൾ അല്ലെങ്കിൽ ലോഞ്ച് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ലോഞ്ചാണ്. കാരണം നമുക്ക് നമ്മളെന്താ പറയാ, നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു സെറ്റപ്പാണ്. അതുപോലെ അത് മാത്രമല്ല, നമുക്ക് നമ്മളെ ഒരു ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ എന്ത് പരിപാടി ആയിക്കോട്ടെ, നമുക്ക് വിശാലമായ സ്ഥലം. സോ ഇതാണ് നമ്മുടെ ഇവിടെ ഭയങ്കര എന്താ പറയാ, ലൈറ്റിന് ഒരു ഇതുണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു കർട്ടൻസ് തുറന്നിട്ടാൽ നമുക്ക് നല്ല സൺലൈറ്റ് ഇവിടുന്ന് ഉള്ളിലേക്ക് കിട്ടും. ഇതാണ് വേറൊരു സ്ട്രീറ്റ് ആണത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു ചെറിയൊരു ബാൽക്കണി. ഞങ്ങൾക്ക് ചുമ്മാ വെറുതെ ഇരുന്ന് ഗംഗയും നഗലിനും മാത്രമുള്ള ചില നിമിഷങ്ങളിൽ ചുമ്മാ പറഞ്ഞിരിക്കാൻ. ഇവിടെ നല്ല വെയിലുണ്ട് ഇപ്പൊ. എനിവേ, അപ്പൊ ഇതാണ് ആ സ്ഥലം. അടിയിലേക്ക് വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ ഇവിടെ നമുക്ക് ഇരിക്കാം. ഇതൊക്കെ ലൈറ്റ് കത്തും സംശയമുണ്ട്. ഇവിടെ ബൾബൊക്കെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇത് ഹാള് ഒരു ലോഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മള് പോകുന്നത് നമ്മുടെ ഈ ചെറിയൊരു പാസേജ് ആണ്. നമുക്ക് ജസ്റ്റ് നിങ്ങൾ നടന്നു പോവാം. നടന്നു പോയിട്ട് നമുക്കിവിടെ വിശാലമായൊരു വാഷ്റൂം ഉണ്ട്. എൻ്റെ പല ചിന്തകളും പല ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് വാഷ്റൂമിലാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വാഷ്റൂം ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് ബെഡ്റൂമിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വാഷ്റൂമിലാണ്. അത് എന്തുകൊണ്ടാവല്ല. എനിവേ, ഇതൊരു 3 പീസ് വാഷ്റൂമാണ്. നമുക്കിവിടെ ബാത്ത് ടബ് ഉണ്ട്. ഇവിടെ നിന്ന് കുളിക്കാം, ഇവിടെ ഇരുന്ന്
കാര്യം സാധിക്കാം. സോ ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇനി നമുക്ക് അടുക്കളയാണ്. ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം അടുക്കളയാണ്. കാരണം ഇവിടെ ആയിരിക്കും ഇനി ശ്രീയുടെ കുക്കിംഗ് വ്ളോഗുകൾ, നമ്മുടെ രണ്ടുപേരും കുക്കിംഗ് വ്ളോഗുകളൊക്കെ വരുന്നത്. ഇതിനൊക്കെ വീടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയവും ആവശ്യങ്ങളും ഒക്കെ വന്നാലാണ് ഇത് ഒരു നല്ലൊരു വീടാവുള്ളൂ. ഇങ്ങനെ സോ ഇതാണ് നമ്മുടെ പുതിയ വീടിന്റെ വ്ളോഗ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും. അപ്പൊ 1-2 ദിവസം സമയമുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. സോ കാപ്പി വൃത്തിയാക്കിയ സെറ്റ് ആവണ്ടേ? UK-ലും ബക്കറ്റും ഇത് മോപ്പൊക്കെ പിടിച്ച് നടക്കണ ആൾക്കാര്. എന്താണ് പരിപാടി? അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ പാലുകാച്ചലാണ്. നമ്മള് രാവിലെ തിരിച്ച് നമ്മുടെ കളക്ഷൻ, അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മള് ലൂട്ടണിന് റഷിദനിലെത്തി. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്തായാലും പാലുകാച്ചാൻ പോവാണ്. ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഫർണിച്ചറും സോഫയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. രാവിലെ ഞാൻ കട്ടില് അസംബിൾ ചെയ്തിരുന്നു, അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങള് രാവിലെ ലൂട്ടണിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് റഷിദനിലെത്തിയിരിക്കുകയാണ്. രാവിലെ ശുഭം എന്നോണം ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതെ, ലൂട്ടൺ കരയേറിയായിരുന്നു ഞങ്ങൾ പോകുന്നതില്. അപ്പൊ എന്തായാലും നമുക്കിനി അധികം താമസിക്കാതെ പാലുകാച്ചൽ ചടങ്ങിലേക്ക് കിടക്കാം. പിന്നെ വീടൊക്കെ കാണിച്ചു തരുമ്പോൾ ആരും ഞങ്ങളുടെ സ്വന്തം വീടാന്ന് വിചാരിക്കരുത്. ഇത് റെന്റിന് എടുത്തതാണ്. നമ്മളൊരു 2 years എങ്കിലും ഇവിടെ നിൽക്കാനായിട്ട് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ഒരു സ്വന്തമായിട്ടൊരു നല്ലൊരു വീട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അല്ല, ഇനിയിപ്പോൾ നമ്മളിവിടെ 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ട് ഈ വീട് നമ്മുടെ പേർക്ക് എഴുതി തരാണെങ്കിൽ നമ്മൾ വേണ്ടാന്നൊന്നും പറയില്ല. വേണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ തുടങ്ങണമെന്നാണല്ലോ. നമ്മളൊന്ന് വിളക്ക് എത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ വീടൊക്കെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തെ കഠിന പ്രയത്നം തന്നെയായിരുന്നു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രീക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ബാക്കി എല്ലാ കാര്യവും നമ്മുടെ സ്റ്റഫ്സ് ഒക്കെ അറേഞ്ച് ചെയ്തത് ശ്രീയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ രൂപം ഒന്ന് കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ജസ്റ്റ് ഒരു ഫർണിഷ്ഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ തന്നെയായിരുന്നു എല്ലാ ഫർണിച്ചേഴ്സും പർച്ചേസ് ചെയ്തിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ബാക്കി കാണാം അല്ലേ? നമ്മളങ്ങനെ കയറി വന്നു കഴിഞ്ഞാലുള്ളൊരു ഏരിയ ആണത്. മോസ്റ്റ് ലെഫ്റ്റ് നമ്മുടെ ഒരു ചെറിയ റൂം. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബും ചെറിയൊരു മേക്കപ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിലാണ് നമ്മുടെ ഫർണിച്ചേഴ്സ് ഉണ്ട്. പിന്നെ പ്ലസ് അതെ, നമുക്ക് കിടന്നുറങ്ങാനും കിടന്ന് ബോറടിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കാനും പുറത്ത് നല്ല ലുക്കുള്ള ഒരു ബാൽക്കണി അല്ല, ഓപ്പൺ വിൻഡോ ഉണ്ട്. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ആൻഡ് ഇതാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം. നമ്മുടെ ലോഞ്ച് അത്യാവശ്യം നല്ല വലുതാണ്. വീണ്ടും നമ്മുടെ ബെഡ്റൂമിലത്തെ അതേ സംഭവം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു സോഫ സെറ്റ് കിടക്കുന്നുണ്ട്, ചെറിയൊരു ടേബിൾ ആൻഡ് ടി വി ഒക്കെ നമുക്കൊന്ന് വലുതാക്കണം സമയമാവട്ടെ. നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. ആൻഡ് ഇവിടെ ചെറിയൊരു എന്താ പറയുക ബാൽക്കണി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ആകെ ഫർണിഷിങ് മാത്രമേ അവിടെ മാറ്റം വന്നിട്ടുള്ളൂ. യെസ്, പിന്നെ ഇവിടെ നമ്മളൊരു ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ഈ
ഫർണിച്ചേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ സാൽവേഷൻ ആർമി, അവിടെ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഇതിന് മാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് വുഡന്റെ ഡൈനിങ് ടേബിളും ചെയർസും എല്ലാം കിട്ടി. സോ നമ്മുടെ ഈ ഒരു ഹോം ടൂർ കണ്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും നന്ദി. എല്ലാവർക്കും ഉള്ള പായസം ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരും കുടിച്ചിട്ട് പോകണം. ഓക്കെ, ബൈ.